എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തൊമ്മൻകുത്തിലെത്തിയിട്ടോ. നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു ഫാദർ ദാ നമ്മുടെ വണ്ടിയിലേക്ക് എത്തിയിട്ടോ. അത് നമുക്ക് 12:15 അപ്പോൾ അച്ഛൻ പറയുന്നത് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ സെമിനാരി അച്ഛൻ്റെ സെമിനാരി പുറത്താണ്. അപ്പോൾ അവിടെ പോയിടുന്ന് പിന്നെ 2 മണിക്കൂർ പോകണം ഒരു സ്ഥലം കറങ്ങി വരാൻ. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോലെ. അച്ഛൻ്റെ പേര് ഫാദർ ജിനോ. ഞങ്ങൾ ഫോണിൽ മാത്രമുള്ള പരിചയമുള്ളൂ. പിന്നെ വാട്സപ്പിൽ അച്ഛൻ്റെ മുഖം എൻ്റെ മുഖം അങ്ങോട്ടും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളൂ. ഒരു മുഖമല്ലേ കോൾ വിളിക്കുന്നു. അപ്പൊ അച്ഛൻ പറയുന്നത് ഒരു 1/2 കിലോമീറ്റർ കൂടെ നമ്മൾക്ക് ഈ വണ്ടിയിൽ പോകാൻ മുന്നോട്ട്. അത് കഴിഞ്ഞാൽ സെമിനാരിലേക്കാണ് തിരിയുക. അപ്പോൾ അവിടെ നമുക്ക് ഫ്രഷ് ആവും, ഭക്ഷണം കഴിക്കാതിന് ശേഷം കറങ്ങാൻ പോകും. അച്ഛൻ കൂടെ ഉണ്ടാവും. ഞാൻ ഒരു 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ പാക്കേജ് ഒഴിവാക്കി ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ സ്റ്റുഡൻ്റായിട്ട് ഒരു ഫാദർ സിൻഡോ ചെറമൽ പള്ളിക്കുന്നത്തെ ഒരു സിനിമ ഈ അച്ഛനോട് ഞങ്ങൾ ആളത് നാട്ടിലൊക്കെ വരുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആളോട് ഈ ആവശ്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഒരു സ്ഥലമുണ്ട്, ഞാനൊരാളെ കണക്ട് ചെയ്ത് തരാം, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഈ അച്ഛനെ ഇപ്പോൾ വന്ന ജീനോ അച്ഛനെ കണക്ട് ചെയ്തത്. അപ്പോൾ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ ആള് ഇങ്ങനെ ഇതിൽ മനോഹരമായ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഒക്ടോബർ അവസാനത്തിനൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ വെള്ളം സമൃദ്ധമായിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞിട്ട് നമുക്ക് സെമിനാരിൽ വന്നിട്ട് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച്, അപ്പോൾ ഭക്ഷണം ആൾ തന്നെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഏൽപ്പിച്ചു. അപ്പോൾ ചൂടുകൂടി കഴിക്കാമെന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് ഇതേവരെ ഇതൊരു ഭയങ്കര ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം ആൾ വന്നു. അങ്ങനെ തിരക്കുള്ള ഒരാൾ തന്നെയാണ്. സെമിനാരിൽ പഠിപ്പിക്കുന്ന ആളാണ്, സെമിനാരിലാണ്. നമ്മൾ അങ്ങോട്ടാണ് പോവുക. അതിലൂടെ ചേർന്ന് അവരുടെ ചാപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ അങ്ങനെ ഒരു സ്ഥലത്താകുമ്പോൾ നന്നാവൂലോ. നല്ല എന്താ പറയുക, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ചില കാഴ്ചകൾ കാണാൻ പോകുന്ന വഴി ഇടുങ്ങിയതാകാൻ സാധ്യതയുണ്ട്. ഇത് നല്ലൊരു അപ്പുറത്തേക്ക് നോക്കിയിട്ട് നല്ല വെള്ളമൊക്കെ കാണാം. കുറേ നേരമായിട്ട് വെള്ളം കണ്ടില്ല. അപ്പോൾ അത് അച്ഛൻ അവിടെ നിൽക്കണ്ടേ. ആ അച്ഛൻ നിൽക്കുന്നവിടെ നമുക്ക് ഒരു 150 മീറ്റർ വണ്ടി പോവില്ല. അപ്പോൾ സൈഡിൽ ഒതുക്കിയിട്ടൊന്നും നടക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഈ കൈയൊക്കെ നിർത്താനുള്ള ഒരു അവസരമാണ്. മാത്രമല്ല അങ്ങനെ നടന്നു ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ അത് കൂടുതൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്നും അവർക്ക് നന്ദി. എൻ്റെ വീട്ടിൽ അങ്ങനെ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കയ്യും കാലമൊക്കെ ഒന്ന് നിവർത്തി കുറേ നേരമായിട്ട് ഇരിക്കണു. എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞു. ഇനി ഫാദർ ജിജോൻ്റെ കൂടെ നമ്മൾ സെമിനാരിയിലേക്ക് പോകാണ് കേട്ടോ. വിറ്റ് പോകണോ അതോ വിറ്റ് പോവല്ല, ആരും മേടിക്കുകയല്ല. കാട്ടാനശല്യ കണ്ടോ? കാട്ടാനില്ല, പക്ഷെ പന്നിയുണ്ട്. വിട്ടുപോവാന്നല്ലേ. അവര് ഇവിടുന്ന് പറ്റില്ലെന്ന് പന്നി ശല്യം, അതുകൊണ്ടിവിടെ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിൽക്കാൻ മേടിക്കാനാണ്. നമ്മുടെ വണ്ടിയിൽ ഏകാന്നല്ലേ ഒരു പള്ളിപ്പാട്ടച്ചൻ പറഞ്ഞിട്ട് അത് കുറേ കാര്യങ്ങൾ ഡയോസിസ് ഓഫ് ഫരീദാബാദ് തൊമ്മൻകുത്ത് സെൻറ് മേരീസ് ചർച്ച് മണ്ണുക. എല്ലാ വീടിന്റെ മുമ്പിലല്ലേ
ഇപ്പോൾ നമ്മൾ സെമിനാരിയിൽ എത്തിയിട്ടോ. ഇവിടെയാണ് ജിജോ അച്ഛൻ്റെ താമസം. ഇവിടെ പഠിപ്പിക്കലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് അവർ പറയുന്നത് കേൾക്കാം കേട്ടോ. അവിടെ പുഴയാ. ഷെയർ ആൻഡ് കെയർ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തൊമ്മൻകുത്ത്. ഇവിടെ ഉണ്ടല്ലേ ഗാർഡനൊക്കെ. ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതന്നെ Beloved priest, I want to speak with you a few words. ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഞാൻ ഫാദർ ജിനോ കാലാപ്പറമ്പിൽ. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഫരീദാബാദ് രൂപതയുടെ തുമ്മകത്തിലുള്ള സെൻറ്റ് ചാവറ കുര്യാക്കോസ് ഏരിയാസ് മൈനർ സെമിനാരിയിലാണ്. ഫരീദാബാദ് രൂപത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് കാലങ്ങളൊക്കെ ഡൽഹിയിലോട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ജോലിക്ക് പോകുമായിരുന്നു. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, ചെന്നൈയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഡൽഹിയിലെത്തിയ സീറോ മലബാർ സഭയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 2012 സ്ഥാപിതമായ രൂപതയാണ് ഡൽഹി ഫരീദാബാദ് രൂപത. ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് പരമുളകര പിതാവ്, ഓക്സ്ഫോർഡ് ബിഷപ്പ് ജോസഫ് മിഡിൽ പിതാവ്. 2016 നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നത്. ഇതിനു മുമ്പ് ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെയാണ് ഈ സ്ഥലം. അത് ഖത്തറിലുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവർ ബോയ്സിനെ നോക്കുന്ന ഒരു ഹോസ്റ്റൽ പോലെ ഒരു സ്ഥാപനമായിട്ട് നടത്തുമായിരുന്നു. എൻ്റെ നടത്തിപ്പ് ആദ്യമേ ക്ലറേഷ്യൻ സഭയായിരുന്നു കോൺഗ്രിഗേഷൻ. അതിനുശേഷം CMI സഭ നടത്തി. അങ്ങനെ കിടക്കുന്ന സമയത്താണ് നമുക്കൊന്ന് ഒരു ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു 3 ഏക്കർ സ്ഥലമാണുള്ളത്. ഏകദേശം 1.5 ഏക്കറിനകത്ത് ബിൽഡിങ്ങും ഗ്രൗണ്ടും അങ്ങനെയൊക്കെ പോകും. ബാക്കി ഒരു 1.5 ഏക്കർ സ്ഥലം നമുക്ക് കൾട്ടിവേഷൻ ആയിട്ടുണ്ട്. പണ്ട് റബ്ബറും കവുങ്ങും അതുപോലെ തന്നെ പച്ചക്കറിയും വാഴയൊക്കെയാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തിൽ ഒരു വയ്യാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും പേരാണുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ 2 അച്ഛന്മാരാണുള്ളത്. നേരത്തെ 3 അച്ഛന്മാരുണ്ടായിരുന്നു. ഇപ്പം 2 അച്ഛന്മാരാണ്. ഞാൻ ഡൽഹിയിലായിരുന്നതിന് മുമ്പ് ഡൽഹിയിലായിരുന്നു ഞാൻ പട്ടത്തിന് ശേഷം. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ഞാനുണ്ടായിരുന്ന പള്ളിയിലോട്ട് ട്രാൻസ്ഫർ ആയിപ്പോയി. ഞങ്ങളുടെ റെക്ടർ അച്ഛന് ഒരു 3 മാസത്തേക്കിന് റോമിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, ഫോർമേഷൻ കോഴ്സ്. ആ സമയത്താണ് ഇവിടെ സിൻഡോ ചെറുമേൽ അച്ഛൻ ഇവിടെ വരുന്നത്. അപ്പം അച്ഛനുള്ള സമയത്താണ് ഞങ്ങൾക്ക് ഒത്തിരിയേറെ എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു. അച്ഛൻ ഭയങ്കര രസമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത്. അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അച്ഛൻ വേറെ സ്ഥലത്ത് വന്ന ഒരാളാണെങ്കിലും ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒരു വർഷത്തിൽ പരിചയമുള്ള രീതിയിലോട്ട് മാറിയ ഒരു ക്യാരക്ടറായിരുന്നു അച്ഛൻ്റേത്. അപ്പം അച്ഛൻ ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു സാറ് വിളിക്കും എന്നുള്ള കാര്യമൊക്കെ. അപ്പം അച്ഛനോടുള്ള ഒരു സ്നേഹമാണ് അന്ന് തന്നെ നമ്മുടെ ഈ ഡേറ്റൊക്കെ ഒന്ന് ശരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പരിപാടികളൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു സ്നേഹമാണ് നമുക്ക് തിരിച്ച് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഞങ്ങളോട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി. ഞങ്ങളിവിടെ 2 അച്ഛന്മാരും പിന്നെ 11 പ്രദേശമാണുള്ളത്. 11 പ്രദേശ് മൈനർ സെമിനാരിയിൽ, അതായത് സെമിനാരിയിൽ ചേർന്നിട്ട് അച്ഛനായിട്ട് പഠിക്കുന്ന ആദ്യത്തെ 3 വർഷക്കാരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് 3ാമത്തെ വർഷത്തിൽ ആരുമില്ല, വന്നവർക്ക് തിരിച്ചു പോയി. ബാക്കി 2ാം വർഷത്തിന് 6 പേരും 1ാം വർഷത്തിന് 5 പേരുമാണുള്ളത്. ഇപ്പോൾ നമ്മളോട് കൂടുതൽ ഡീക്കനുണ്ട്. ഡീക്കൻ ഡാനിയൽ. ഡീക്കൻ ഇവിടെ തൃശ്ശൂരാണ്. ഞങ്ങൾ 2 അച്ഛന്മാരൊക്കെയാണ് ഞങ്ങൾ എടുക്കും. ഞങ്ങൾക്ക് രാവിലെ സെമിനാരിയിൽ എൻ്റെ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 5:30 പ്രദേശം എഴുന്നേക്കും. എന്നിട്ട് അതിന് ശേഷം പ്രെയറുണ്ട്. പ്രെയറിന് ശേഷം കുർബാന, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ചെറിയ മോർണിംഗ് വർക്കുകളൊക്കെ കാണും. പിന്നെ ക്ലാസ്സുകൾ ഉച്ച കഴിയുമ്പോൾ നമുക്കിവിടെ വർക്കുണ്ട് ചെറുതായിട്ട്, ക്ലീനിങ്, അതുപോലെ തന്നെ പറമ്പിലൊക്കെ ചെറുതായിട്ട് പണി. അതിനുശേഷം ഗെയിംസ്, പിന്നെയും കുളി,
പോയിട്ട് ചിലപ്പം തിരിച്ച് വരുമായിരിക്കും, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഒരിക്കൽ കൂടി ഡയറക്ടർ ജിതിൻ വളക്കരച്ചനാണ്. അച്ഛൻ്റെ പേര് കണ്ണൂരാണ്. അച്ഛൻ്റെ പേരിലും അതുപോലെ തന്നെ ഡീക്കൻ്റെ പേരിലും എൻ്റെ പേരിലും ഈ സെമിനാറിൽ എല്ലാ പ്രദേശത്തിൻ്റെയും പേരിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ സെൻറ്റ് ചാവറാക്കുടി അക്രോസ് ഏരിയ സ്മാരക സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെട്ടി വീട് തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ്. ഞാൻ ഫിലോസഫി പഠിച്ചത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മേരിമാത സെമിനാരിൽ. തിയോളജി പഠിച്ചത് ആലുവ മംഗലപ്പുഴ സെമിനാരിൽ. കഴിഞ്ഞ ഒക്ടോബർ 23 പഠനം പൂർത്തിയായി. 28 ഇവിടെ വന്നു. വരുന്ന വഴി കണ്ടു കാണും. കുറച്ച് നേരം നാട്, പിന്നെ കാട്, പിന്നെ നാട്, കാട്, അങ്ങനെയൊക്കെയാണ് ഇവിടെ പോകുന്നത്. ഈവൻ തൊമ്മങ്കൂത്താണെങ്കിൽ പോലും അവിടെ അങ്ങനെ കുളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. നമുക്കൊരു വെള്ളച്ചാട്ടമാണുള്ളത്. പക്ഷേ ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ പണ്ടുണ്ടായിരുന്നതാണ്. ബോട്ടൊക്കെ കൊണ്ട് ഇറക്കിയതാണ്. എന്നാലും അത് എന്താ കാരണം നമുക്കറിയത്തില്ല. അതിനെയൊക്കെ ഒന്ന് ഡിസ്കറേജ് ചെയ്തിട്ട് ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു വലിയൊരു നഗരമായി മാറിക്കഴിഞ്ഞാൽ ഫോറസ്റ്റിന് ലാൻഡൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു എതിർപ്പുകൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ ഇപ്പം നിർത്തി വെച്ചേക്കുവാണ്. ജസ്റ്റ് ആൾക്കാർക്ക് നടന്നു കയറി അങ്ങനെ നഗരങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു രസമാണ് തൊമ്മങ്കൂത്ത് എന്ന് പറയുന്നത്. നാട്ടുപ്രദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്ര ഒരു വലിയ വിനോദമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഈ ആനചാടിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എൻ്റെ ബന്ധുക്കളൊക്കെ വന്നപ്പം ഒരു 3 വയസ്സുള്ള പിള്ളേർക്ക് തൊട്ട് കുളിക്കാനായിട്ട് സേഫായിട്ട് കുളിക്കാം. ചെറിയ ഒരു പൂള് പോലെ സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ടൂറിസമൊക്കെ വളർന്ന് വരുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കൽ കൂടി എല്ലാവരും സെമിനാറിലേക്കും അതുപോലെ തന്നെ തൊമ്മങ്കൂത്തിലേക്കും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്റ്റാഫിനാണ്. കയറേണ്ടവർക്ക് കയറാം. നമുക്ക് റിഫ്രക്റ്റിലേക്ക് പോകാം. എല്ലാവർക്കും നല്ലൊരു സമയം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ജിനോ ഡൊമിനിക് പ്രബിലച്ച ഡിക്കൻ, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന അധ്യാപകരെ നമസ്കാരം. ഓക്കെ, ഞാൻ നേരത്തെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ്. നമ്മൾ അച്ഛനായിട്ട് കണക്ട് ചെയ്ത ലിങ്ക് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സിന്ധു ചെറുമലച്ഛനാണ്. ജിനോ അച്ഛൻ എത്രയോ തവണ ഞങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു പറയും. അപ്പോൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ഉള്ള സാധ്യത ആരംഭം ഈ സിന്ധു അച്ഛൻ തന്ന ഒരു ആശയമാണ്. ഇതിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. എത്രയും നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. പ്രത്യേകം എല്ലാവരുടെ പേരിൽ ഒരു കയ്യടിയോടെ രണ്ടുപേർക്കും ജിനോ അച്ഛൻ്റെ സ്വാഗതവും അതിനുശേഷം ഷാജു മാസ്റ്ററുടെ നന്ദിക്കും ശേഷം എല്ലാവരും ഇവിടെ ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും കൈയൊക്കെ കഴുകി ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു സദ്യ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലൈനായിട്ട് നിന്ന് അതൊക്കെ വാങ്ങി ഭക്ഷിച്ചു. അതിനിടയ്ക്ക് ഇവിടുത്തെ ഒരു സീനിയർ ഫാദർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അതെ അതെ. അപ്പോൾ ഇവിടെ വന്നതെന്ന് ചിന്നപ്പിള്ളി ഇങ്ങോട്ട് ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ഇവിടെയുള്ള വലിയ മൃഗം പെരുമ്പാമ്പ്. അയ്യോ, ഇവിടേക്ക് വരുമോ? ഇവിടെ വരും. രാജവമ്പാനാണ്. വലിയ പാമ്പുണ്ട്. കാവലിയല്ലേ അല്ലേ? വലിയ പാമ്പുകളുണ്ട് ഇഷ്ടം. പക്ഷെ ഇങ്ങോട്ട് കയറില്ല. അവിടെ അച്ഛൻ്റെ പേരെന്താ? ഞാൻ ജിതിൻ. കണ്ണൂര് ആണോ? എന്നെ ഇന്ന് എവിടെ? ഒക്കെ സൂപ്പറായിരുന്നു. ആ വീഡിയോ എടുത്തുണ്ട്. കുഴപ്പമില്ല. സാമ്പാറുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. അവിയലുണ്ട്, തോരനുണ്ട്, ചമ്മന്തി എനിക്ക് ഏറ്റവും ഇഷ്ടമായ മോര് എല്ലാം ഉണ്ട്. ആരുണ്ടാക്കുക? അപ്പോൾ വരൂല്ലേ? ആരെങ്കിലും സഹായിക്കാൻ വരുത്തിയതാ അല്ലേ? വരുത്തിയതാ. ഓക്കെ ഓക്കെ. എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? 11 ബ്രദേഴ്സ്. 3 അച്ഛന്മാർ. 2 അച്ഛന്മാർ. പേരെന്താ പറഞ്ഞ? ഡാനിയൽ. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങി അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു.
അവിടെ ബാക്ക് ഭാഗത്തായിട്ട് നോക്കൂ എന്തെല്ലാം ഉണ്ടെന്ന്. നെറ്റ് കെട്ടിക്കല്ലേ. വേണ്ട വേണ്ട, അത് മതി, ഇങ്ങനെ മതി. ആരോ വന്നു ഞങ്ങളോ താറാവല്ലേ? ഇത് പാത്തേ തോന്നുന്നു. അതാണ് അവരെങ്ങനെ സ്വന്തമാക്കി. അവിടെ കിടക്കുന്നുണ്ട്, കണ്ടോ? കൂട്ടില് മുയലുണ്ട്. അറിയിക്കാണ്. ഇവരൊരു നായ്ക്ക് തുല്യാന്നാ പറയാ. അതെയാ, അത് ശരി. ആരും കിടത്തില്ല അല്ലേ? കൊത്തി ഓടിക്കുന്നു. അപ്പൊ താറാവല്ല അല്ലേ? അല്ലല്ല, ഇത് പാത്തയാ. അതെയാ, ഞങ്ങളത് പറയായിരുന്നു, നായയുടെ പോലെയാണ്. കാവലിന് വേണമെങ്കിൽ ഇങ്ങനെ 2 വാർത്ത മതിയില്ല. പുഴയുടെ ഇടയ്ക്ക് പോണെങ്കിൽ ഇങ്ങനെ പോകണം. ഇതില് പോവാം. ഇവിടെ എന്താ ഒരു കൃഷി പരിപാടിയൊക്കെ നല്ല ചെറുതായിട്ട് കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. ചെറുതായിട്ട് ഞാനിപ്പോ വന്നിട്ട് ഇവിടെ 10 ദിവസമായിട്ടുള്ളൂ. ഞങ്ങള് വെക്കേഷൻ മാത്രം ഇവിടെ വരാറുള്ളൂ. ഞാൻ തിയോളജി പഠിക്കാനാണ്. ഞാൻ മെയിൻ വേറെ സെമിനാരിൽ പഠിക്കണേ. ഇത് ഞങ്ങളുടെ അതായത് എല്ലാ രൂപതകൾക്കും ആദ്യം ചെറിയൊരു സെമിനാരി ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് മൈനർ സെമിനാരി. അതുപോലെ ഫരീദാബാദ് അതിരൂപതയുടെ മൈനർ സെമിനാരിയാണിത്. 1, 2, 3 കൊല്ലം, 3 കൊല്ലം. അത് കഴിഞ്ഞ് പിന്നെ വേറെ മേജർ സെമിനാരികൾക്ക് പഠിക്കാൻ വേണ്ടി. അപ്പൊ അതുപോലെ ഞാൻ ഇപ്പൊ തിയോളജി ഫിലോസഫി പുഴ കണ്ടു. ഞങ്ങളുടെ കൂട്ടുകാരല്ലേ നിങ്ങൾ കാണാൻ പോണ സ്ഥലത്ത് വരുന്ന വെള്ളങ്ങളത്. അതെ അല്ലേ? ഇവിടെ കുളിക്കും ആൾക്കാർ ഇറങ്ങിയിട്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടാ, നല്ല ഒഴുക്കുണ്ട് കേട്ടാ. അതിപ്പോ കഴിഞ്ഞ ദിവസം മഴ പെയ്തായിരുന്നു. ഇന്നലെ ജസ്റ്റ് ഒന്ന് ചാറിയുള്ളൂ. അതിന്റെ 3 ദിവസം മുന്നേ രാത്രി നല്ല മഴയായിരുന്നു. അപ്പൊ ചളിവെള്ളത്തിൽ കൂടുതൽ വെള്ളമായിരുന്നു. ഇപ്പൊ തെളിഞ്ഞുണ്ട്. ഇന്നലെ തൊട്ട് തെളിഞ്ഞു. ഇവിടെ ഇറങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്, കടവ് പോലെ ഒക്കെ ഉണ്ട്. ഇറങ്ങാം. നിങ്ങള് പ്രദേശം ഇല്ല ഞങ്ങള് ഞങ്ങൾ ഇറങ്ങണില്ല. അറിയാത്ത സ്ഥലത്തൊക്കെ പോയി ഇറങ്ങണ്ട, അപകടം. അച്ഛന്മാര് വന്നായിരുന്നു എറണാകുളം ഇതുപോലെ നിങ്ങൾ വന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്ന രാത്രി ഇവിടെ രക്തച്ചന്റെ ആ സൈഡിൽ നിന്ന് കുറച്ച് പിള്ളേര് വരുന്നുണ്ട്. ഇത് അവിടെ നിന്ന് വരും ടീച്ചറെ. അങ്ങനെ ഈ പറമ്പിന്റെ 2 സൈഡും പുഴയാണ് അല്ലേ? ഈ റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ബസ് വന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ നമ്മള് അവിടെ കണ്ടില്ലേ പുഴ? ആ പുഴ എത്ര അങ്ങനെ പോണത്? ആ പുഴയുടെ നടുക്കാൻ നിൽക്കണം. നമ്മൾ നിൽക്കണം. ഇതിന്റെ ഉള്ളിൽ എന്താ മീൻ കൃഷി? ശരി. അത് ഈ കരട് വീഴാതിരിക്കാൻ വേണ്ടി. ഇത് ഞാവല ഫാഷൻ ഫ്രൂട്ട്. ഇത് അല്ല, റംബൂട്ടാൻ അല്ലേ? നെറ്റ് ഇടണം അല്ലേ? ഈ ചെടി കായ ഉണ്ടാവുമ്പോഴേ അവിടെ പേര നിൽക്കുന്നുണ്ട്. നമ്മള് ചാലക്കുടി ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ റംബൂട്ടാന്റെ നെറ്റ് ഇട്ടിട്ട്. അതെ അതെ, നമ്മൾ വരുന്ന വഴിയിൽ കുറെ കണ്ടു. നെറ്റ് ഇടണം മുകളിൽ, അല്ലെങ്കിൽ ഒക്കെ കൊണ്ടുപോകും, പക്ഷികൾ വന്ന് തിന്നും. ഞങ്ങളുടെ വീട്ടിലുണ്ട് റംബൂട്ടാൻ ഉണ്ടായി തുടങ്ങി. നെറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല മാത്രമേ ഉള്ളൂ. അതെ, അച്ഛവരെ കൊണ്ടുണ്ട്. കൊള്ളി വെച്ചിട്ടുണ്ട് നമ്മള്, അതുപോലെ വാഴ വെച്ചിട്ടുണ്ട്. പന്നി വരും ഇവിടേക്ക്. പന്നി വെള്ളം വറ്റി കഴിഞ്ഞാൽ വരും, പുഴ കൂടെ ഇറങ്ങി വരാം. കെട്ടി കിടക്കും. അത് ശരി. പന്നിയുടെ പ്രശ്നമുണ്ട്. നിങ്ങൾ വന്നപ്പോ കണ്ടില്ലേ ഫോറസ്റ്റ് ഏരിയൊക്കെ? അവിടെ ചെന്ന പുഴയുണ്ട്. ഇവിടെ പുഴയുണ്ട് അല്ലേ? സൂപ്പർ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനൊക്കെ ഉള്ള ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. തന്നെ വേണമെങ്കിലും പോരാ. ഇത് റംബൂട്ടാൻ. ഞാനിത് ഞാവലെന്ന് പറഞ്ഞു, പക്ഷേ അതാണ് റംബൂട്ടാൻ. ഇത് ഞാവലായിരിക്കും. അതും റംബൂട്ടാൻ. അത് മഞ്ഞ കളർ ഗസ്റ്റ് ഹൗസ് അല്ലേ? ഒരു കുറച്ച് ആൾക്കാരൊക്കെ വരണമെങ്കിൽ താമസിക്കാം. മീൻ പല കളറുടെ മഞ്ഞ മീനൊക്കെ ഉണ്ട് കേട്ടല്ലേ? നീ പോണണ്ട? മീനുണ്ട്. മഞ്ഞ. മഞ്ഞ. ഇതേ
കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളാ ഭംഗിയുള്ളതാ ഇറങ്ങണോ അവര് നമ്മളെവിടെ ലിപ്സ്റ്റിക് ഇട്ടേക്കണതാ അത് ലിപ്സ്റ്റിക് ടീച്ചറെ ചെടിയുടെ അത് ഒറിജിനൽ ആയിട്ട് അങ്ങനെ വരും. ഇവിടെ നല്ല ഗ്രില്ലൊക്കെ അടിച്ച് ഇറങ്ങിയ ആരെങ്കിലും ഇറങ്ങണില്ലേ? ഇറങ്ങല്ല നോക്കട്ടെ. ഇറങ്ങി ടീച്ചർ നല്ല അയ്യോ വേണ്ട മോളെ വേണ്ട. അയ്യോ പാട്ടറിയുന്ന നല്ല പാട്ടൊന്നും പാടാനില്ല. വഴുക്കരുത് കേട്ടാ, കല്ലിന് വഴുക്കേ പണിയാക്കല്ലേട്ടാ. ഇവിടെ ഇറങ്ങാൻ സുഖമില്ലാത്ത സ്ഥലം, ഞാൻ ഇറങ്ങണില്ല. ഞങ്ങൾ വള്ളത്തിനായി കൂടെ പുഴ പോണതാ. വള്ളത്തിൽ പോകുമ്പോൾ ഞങ്ങൾ പുഴ പിടിക്കും. കുഴമ്പള്ളം നടക്കണ്ട കുളിക്കാത്തവർ കയ്യും കാലും കഴുകിക്കാം. ഇവിടെ കണ്ട ഒരു തുരുത്ത് പോലെ അപ്പുറത്ത് കൂടി വെള്ളം പോകുന്നുണ്ട്. അതിന്റെ മുകളിലൊക്കെ നിറഞ്ഞു പോയിട്ടുള്ള അടയാളങ്ങളെ കാണാ. പുല്ലും ചവിടിയും കണ്ട കേറി കിടക്കണ. 2018 ആവില്ല. അതെല്ലാം മഴക്കാലത്തും ഒരുവിധം വെള്ളം കയറുണ്ടാവും. ആലോചിച്ച് നോക്കിയേ എന്തോരം വെള്ളം ഇപ്പൊ കേറി. അതിൽ മീനുണ്ടാ? ഒരു മീൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ക്ഷീണമൊക്കെ തീർത്തിട്ട് പോവാല്ലേ. ഓ കാലൊക്കെ കഴിച്ചു തുടങ്ങി എനിക്ക് കേട്ടോ. ഓക്കെ ഓക്കെ ഇറങ്ങിക്കോളൂ. അതിലേ പോവാം. ആ അതന്നെ. റൗണ്ട് അടിച്ചിട്ട് തൊമ്മൻകുത്തിലെ സെമിനാരിയുടെ മുന്നിൽ നിന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു കേട്ടോ. ചെടി മുറിക്കാന്ന് അല്ലേ. അമ്പ നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പർ. മെനി താങ്ക്സ്. ഇനി നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ് കേട്ടോ. ജിജോ അച്ഛൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്.